കുവൈറ്റിൽ തറാവീഹ് നമസ്കാരം നിർത്തിവെച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. റമദാനിലെ പ്രത്യേക പ്രാർത്ഥന നിർത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കുവൈറ്റ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സുലൈമാൻ സാലിഖ് അൽ സുവൈലമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. മുഹമ്മദ് ഉന്മേഷ്, കുവൈറ്റിലെ വിവരം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. കാരണം ഈ തറാവീഹ് നമസ്കാരം അങ്ങനെ നിർത്തിവെക്കുന്ന, ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതി ഇല്ല. ഏത് അർത്ഥത്തിലായാലും ആ നമസ്കാരം റമദാനിൽ മാത്രമുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്, അത് നടപ്പിലാക്കി വരികയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏതാണ്ട് ജനവാസ മേഖലയിലേക്കൊക്കെയും പല ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ കെടുതികൾ ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഉച്ചയ്ക്കൊന്നും അത് അത്ര തോതിൽ ജനവാസ മേഖലയിലേക്ക് അത് വന്നിരുന്നില്ല. ഈ ഒരു ആക്രമണത്തിന്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കൂടുതലായി, പ്രത്യേകിച്ച് കുവൈറ്റിലും ഒപ്പം തന്നെ യു എയിലെ ചില ഭാഗങ്ങളിലും ബഹ്റൈനിലും ഒക്കെ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തറാവീഹ് നമസ്കാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തറാവീഹ് നമസ്കാരം ഉണ്ടാകില്ല എന്നുള്ള വിവരം കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഈ ബഹ്റൈനിൽ ആൾ ക്ലിയർ സൈറൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ബഹ്റൈനിൽ സൈറൻ മുഴക്കിയിരിക്കുന്നു എന്ന് ബഹ്റൈനിലെ ആഭ്യന്തര മന്ത്രാലയം തന്നെ അത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബഹ്റൈനിലും ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, ചില ടെൻഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് രാവിലെ മുതൽ ആദ്യം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായതും അതിന്റെ ഇമ്പാക്ട് ഉണ്ടായതും ഒക്കെ ഈ ബഹ്റൈനിലാണ്. ആ ബഹ്റൈനിൽ കൂടുതലായി ഇപ്പോൾ ഈ നിലയ്ക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതാവുന്ന തരത്തിലേക്ക് അവിടെ സൈറൻ മുഴക്കിയിരിക്കുന്നു, അപായ സൂചന മുഴക്കിയിരിക്കുന്നു എന്നുള്ള വിവരം ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്നുണ്ട്.